كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ റബീഉൽ അവ്വൽ 12-ാം തീയതിയിലാണ് എന്നുള്ളത്. ചരിത്രപരമായി ഈ മാസത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ മാസം 12-ാം തീയതിയാണ്, തിങ്കളാഴ്ച, ഹിജ്റ വർഷം 11 തന്റെ 63-ാമത്തെ വയസ്സിലാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നത്, വഫാത്താവുന്നത്. പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വരാറുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമല്ല. 12ഓളം അഭിപ്രായങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലായിട്ടാണ് മരണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മരണം, അവിടുത്തെ വഫാത്ത് ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ജനിക്കുന്ന സമയത്ത് നബി അല്ലെന്നുള്ളത് കൊണ്ട് തന്നെ ജനനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായോ ആധികാരികമായോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ നിമിഷങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവിടുത്തെ ആ സമയം എന്നതാണ് നമ്മളേറെ പഠിക്കേണ്ടതും പാഠം ഉൾക്കൊള്ളേണ്ടതും. ലോകത്തിന്റെ മാർഗദർശിയായ ഹബീബ് ഈ ലോകം പിരിയുമ്പോ എന്തെല്ലാമാണ് പറഞ്ഞത്, അവിടുത്തെ അവസാന നിമിഷം എങ്ങനെയായിരുന്നു, ആ സമയത്തുള്ള സഹാബത്തിന്റെ പ്രതികരണങ്ങൾ എന്തെല്ലാമായിരുന്നു, ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായി അറിയേണ്ടുന്ന സംഗതികളാണ്.
അതുകൊണ്ടാണല്ലോ അറബിയിൽ ഖുതുബ പറയുന്ന പള്ളികളിൽ പോലും റബീഉൽ അവ്വലിലെ ഒരു വെള്ളിയാഴ്ച അറബിയിലെ ഖുതുബ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് പറയുക. അവിടെ പറഞ്ഞു കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്. അതുകൊണ്ടാണ് ഹദീസുകളിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നബിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും അവിടത്തെ അറിയലും അവിടത്തെ പകർത്തലും അവിടത്തെ പകർത്തി കൊടുക്കലുമെല്ലാം ദീനാണ്, ഈമാനാണ്. ഓക്കെ, സ്നേഹത്തിന്റെ കാഠിന്യമനുസരിച്ചാണ് വേർപാടിന്റെ സമയത്ത് സങ്കടങ്ങൾ ഉണ്ടാവുക, അല്ലേ? ഏറ്റവും കൂടുതൽ നമുക്ക് ആരോടാണോ സ്നേഹം ഉണ്ടാവുക, ആ സ്നേഹത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് അവര് പിരിയുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടുന്ന ഒരു സമയത്താണുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത് എല്ലാ നിലക്കും നഷ്ടമാണ് നമുക്ക്. നമ്മുടെ സന്തോഷം എന്താന്ന് ചോദിച്ചാല് റസൂലുള്ള പിരിഞ്ഞു പോകുമ്പോ ഖുർആനും സുന്നത്തും വിട്ടേച്ച് തന്ന് ദീനിയായി ജീവിക്കാൻ തടസ്സങ്ങളില്ലാത്ത വിധം ശരിയാക്കി തന്നു പോയി എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നബിയുടെ വിയോഗം നടന്ന് ഒരു 1437 വർഷം കഴിഞ്ഞു. ഇപ്പോഴേക്ക് നബിയുടെ വിയോഗത്തോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ആ വഫാത്തിന്റെ സമയങ്ങളിൽ വഫാത്തോട് അടുത്തു എന്ന നിലക്കുള്ള ചില സൂചനകൾ നബിക്ക് കിട്ടുകയും അത് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് വിശദമായി പറയല്ല, പക്ഷേ അതിലേക്കുള്ള ചില സൂചനകൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളത് പഠിക്കണം എന്നുള്ള നിലക്ക്. ഒന്നാമത്തെ നമ്മൾ നോക്ക്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത് ഹിജ്റ 11 റബീഉൽ അവ്വലിലാണല്ലോ. ഹിജ്റ 10-ാം വർഷം റമളാനിൽ 20 ദിവസക്കാലം, അവസാനത്തെ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിൽ ഇരുന്നിട്ടുണ്ട് റമളാനിൽ. അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖുർആൻ പാഠം അതിന്റെ ആദ്യാവസാനം എങ്ങനെ ഓതണം, എങ്ങനെയാണത് ക്രമപ്പെടുത്തിയത് എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ഫാത്തിമ ബീവി വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്, മോളെ ലാ അറാ ദാലിക ഇല്ലാ ഇഖ്തിറാബ അജലി, ഉപ്പ പോവാനുള്ള സമയമായിട്ടുണ്ട് എന്ന ഒരറിയിപ്പാണ് ഇതെല്ലാം എനിക്ക് തരുന്നത് എന്നാണ് മോളെ വിളിച്ചുകൊണ്ട് ഹബീബായ റസൂൽ പറഞ്ഞിട്ടുള്ളത്. കൂടെ ഹിജ്റ 10 മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദാഇയായി പറഞ്ഞയക്കുകയാണ്. നേരെ മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര ഇഷ്ടമാണ്. കാരണം വളരെ ചെറുപ്പം മുതൽ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ്. ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് മുആദ് ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം ഒട്ടകപ്പുറത്ത് നടക്കുന്നു, നബി ഇങ്ങനെ ആ വാഹനത്തിന്റെ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പള്ളിയുടെ ബോർഡർ കഴിയുന്നത് വരെ നടന്നുകൊണ്ട് പറഞ്ഞു, ചേർത്തി പറയാണ്, മോനെ ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, ഒരു പക്ഷേ നമ്മുടെ അവസാന സംഗമമാകാം ഇത്. ഇനി നീ മടങ്ങി വരുമ്പോഴേക്ക് ഒരുപക്ഷെ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ഈ പള്ളിയിലും എന്റെ ഖബറിന്റെ അടുക്കലൂടെ ആയിരിക്കും ഒരുപക്ഷെ നീ നടന്നു വരിക. ഈ വാക്ക് കേട്ടപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ഫബക മുആദ്, അദ്ദേഹം കരഞ്ഞുപോയി. കരഞ്ഞുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്തി പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈതു കാനു. അതിൽ സങ്കടപ്പെടുന്നു വേണ്ട. ലോകത്ത് എവിടെ മുത്തഖീങ്ങളുണ്ടോ അവരെല്ലാവരും നമ്മളുമായി ഒന്നിച്ചു ചേരും. എങ്ങനെ? മുത്തഖീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവർ നമ്മൾ ഒന്നിച്ചു ചേരും.
മാകാനു ഹൈസു ഖാനു. മറ്റൊന്ന് ഞാൻ അതിന്റെ സൂചന ഇങ്ങനെ പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ, അവസാനം നബി ഒറ്റ ഹജ്ജല്ലേ ചെയ്തുള്ളൂ. അതിനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്നത്. ആ ഹജ്ജ്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് സൂചന കൊടുക്കുകയാണ്. എന്നിട്ടുണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ അത്ര സൂക്ഷ്മതയോടെ തന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് വെച്ചാണ് അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആ ദീന് പൂർത്തീകരിച്ച ആയത്ത് ഇറങ്ങുന്നത്. ഈ ആയത്ത് കേട്ടപ്പോഴും അനുബന്ധ സംഗതികളിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തിനങ്ങൾ കരയണ ഒരു ആയത്ത് ഇറങ്ങുന്നതിന് ചോദിക്കുമ്പോൾ ഒരു പറയുന്നത്, എന്തിന്റെയും ഒരു തമാമിലെത്തുക, കമാലിലെത്തിയാൽ പിന്നെ നുക്സാനാണ്. എന്നുവെച്ചാൽ ഒരു സംഗതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പിന്നെ വളർച്ചയല്ലല്ലോ, പിന്നെ തളർച്ചയാണ് വരിക. മാത്രവുമല്ല, ദീന് പൂർത്തിയാകുക എന്ന് പറയുന്നത് റസൂല് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുമോ എന്ന് നമ്മൾ പേടിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞു മാത്രമല്ല സഹോദരങ്ങളെ, സൂറത്തു തൗദീഅ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ഒന്നിച്ച് അവസാനം ഇറങ്ങിയ ഒരു സൂറ ഏതാണ്? സൂറത്തു നസ്റാണ്. ഇത് ഇദാ ജാഅ നസ്റുല്ലാഹിയാണ്. പിന്നെ സൂറത്തുകൾ ഇറങ്ങിയില്ല, പിന്നെ ഒരൊറ്റ ആയത്ത് ഇറങ്ങിയുള്ളൂ. അത് സൂറത്തുൽ ബഖറയിലുള്ള അവസാനത്തെ വചനം. ഈ സൂറയ്ക്ക് സൂറത്തു തൗദീഅ എന്ന ഒരു പേര് കൂടിയുണ്ട്. ഞാൻ വിശദമായി അങ്ങനെ പറയല്ല. ഇദാ ജാഅക്ക് നസ്ർ എന്നതിന്റെ കൂടെ സൂറത്തു തൗദീഅ ഒരു വിടവാങ്ങൽ എന്ന പേര് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സൂറ ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അധിക സമയം ഹജ്ജ് കഴിഞ്ഞ് മക്കത്ത് തങ്ങിയിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ മദീനത്തേക്ക് മടങ്ങുകയാണ്. പിന്നെ റസൂലിന്റെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഒരു വേർപാടിനുള്ളത്, പിരിയാനുള്ള, ഒരു വഫാത്തിനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പുകൾ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ? പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടുമാറ് നിസ്കരിക്കുന്നതൊക്കെ ഈ സമയങ്ങളിലാണ്. ഇവിടെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിഹി, പിന്നെ ആ തുടങ്ങുന്ന നമ്മൾ റുക്വയിലും സുജൂദിലുള്ള ആ ദുആകളൊക്കെ അതുവരെ റസൂലുള്ളാഹി ചൊല്ലിയത് സുബ്ഹാന റബ്ബിയൽ അഅല എന്നും സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ള ഈ വാക്കുകളൊക്കെയാണ് സുജൂദിലും റുക്വയിലൊക്കെ ചൊല്ലിയതെങ്കിൽ പിന്നീട് ചെല്ലുന്നത് മുഴുവനും ഈ വാക്കുകളിലേക്ക് മാറുകയാണ്. അതെത്ര? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, 100 പ്രാവശ്യങ്ങൾ നബി ഇങ്ങനെ നിന്ന് ചൊല്ലുമായിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫറോട് അടുക്കുന്ന സഫറിന്റെ അവസാന സമയങ്ങൾ എത്തിയപ്പെട്ട നബിക്ക് ഇങ്ങനെ ഒരു കലശലായ തലവേദനകൾ വന്നു തുടങ്ങി, ക്ഷീണം വന്നു തുടങ്ങി. അതിനിടയ്ക്ക് ഉഹുദിലെ ശുഹദാക്കളുടെ ഖബറിടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ആ ഖബർസ്ഥാൻ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്ത് ഇങ്ങനെ ഒരുങ്ങാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം തുടങ്ങിയിട്ട് പിന്നെ ആകെ വഫാത്തിനും രോഗത്തിനും ഇടക്ക് അടഞ്ഞു കിടക്കുന്ന എത്രയുള്ളൂ എന്നറിയാം? ഒറ്റ ആഴ്ച മാത്രമാണ്. 11 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായിട്ട് പോലും എന്തായിട്ടുണ്ട്, രോഗം വന്ന് 11 ദിവസം ഇമാമായി നമസ്കരിക്കുകയും 13 ദിവസം ഒരു പക്ക രോഗം കൊണ്ടുള്ള കിടപ്പുകൾ വരികയാണ്. ഇതില് ഒരു ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത ക്ഷീണം തോന്നി. അത് വ്യാഴാഴ്ച വല്ലാതെ അധികരിച്ചു. ഇശായിന് പള്ളിയിൽ വന്നപ്പോഴാണ് നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, തളർന്നു വീഴുകയാണ്. സിദ്ദീഖുൽ അക്ബറിനെ ഇമാമാക്കാൻ കൽപ്പിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ 17 വഖ്ത് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിന്നിട്ടുണ്ട് എന്നാണ് നബിയുടെ വഫാത്തിന് തൊട്ടു മുമ്പ് 17 വഖ്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ട്. മാത്രമല്ല ഈ 4-5 ദിവസങ്ങളുണ്ടല്ലോ, ഈ വ്യാഴാഴ്ച മുതൽ ഉള്ള ഈ പിന്നെ തിങ്കളാഴ്ച രാവിലെ ഒരു 10 മണിയോടെയാണ് വഫാത്താകുന്നത്. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വസിയ്യത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്.
ആ വസിയത്തുകളെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളൊന്ന് നന്നായിട്ട് ഓർക്കണം. ഞാൻ അതിന്റെ സൂചന മാത്രമാണ് തരുന്നത്. ആദ്യമായി വ്യാഴാഴ്ച തന്നെ നബിക്കൊരു വെള്ളക്കൊഴിച്ചൊരു ഉഷാറ് ഒന്നുകൊണ്ട് വരുത്തി ആ ക്ഷീണം പനിയൊന്ന് കുറഞ്ഞ ഉടനെ ആദ്യം മുന്നറിയിപ്പ് കൊടുത്തൊരു കാര്യമാണ്, ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീൻ മസാജിദ. നമ്മുടെ മുൻഗാമികൾ പലരും അവരവരുടെ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹുകളുടെയും ഖബറിടങ്ങളെ പള്ളികളാക്കി ആരാധനാ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. അലാ ഫലാ തത്തഖിദൂന ഖുബൂറ മസാജിദ അന്നി അൻഹാകും ദാലിക്. നമ്മൾ ഒരിക്കലും ആരാധനാലയങ്ങളാക്കി ഖബറിടങ്ങളെ മാറ്റരുത്. ഞാനത് നിങ്ങൾക്ക് വിരോധിക്കുകയാണ്. ലോകത്ത് 40,000-ത്തിലധികം മഖ്ബറകൾ, എവിടെ ശവകുടീരങ്ങൾ, കെട്ടിപ്പൊക്കപ്പെട്ട ശവകുടീരങ്ങളുണ്ട്. ആ കുടീരങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ 4,000-ത്തിലധികം അത്തരം സ്ഥലങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥലത്തെ ഒരു വാർത്തയാണ് ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ വായിച്ചിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു പ്രധാന ദർഗയിലെ പൂജാരിയായ ഒരാൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഞാൻ ഇവിടുന്ന് പറയല്ല, നിങ്ങൾ അത് ചേർത്ത് വായിക്കാനാ പറഞ്ഞത്. അള്ളാന്റെ റസൂൽ അവസാനം പറഞ്ഞു തന്ന ഓർമ്മപ്പെടുത്തലാണത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഹൂദകളെയും നസാറാക്കളെയും ശപിച്ചിട്ടുണ്ട്. കാരണം അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്നതാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അൻസാറുകൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, പിറ്റേന്ന് ളുഹറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വയ്യ, ആകെ ക്ഷീണിച്ചു നിന്നപ്പോ പള്ളിയിലേക്ക് 2 സഹാബികളുടെ, അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, 2 പേരുടെയും ചുമലിൽ കൈവച്ചുകൊണ്ട് താങ്ങിപ്പിടിച്ച് പള്ളിയിൽ വന്നിരിക്കുകയാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. അറബ് മൂലം പറയാൻ ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. നബിയുടെ വന്നപ്പോ സഹാബത്തിനൊക്കെ സമാധാനായി. എല്ലാരും ചുറ്റുവട്ടത്തിലിരുന്നു. അവിടെ നിന്ന് റസൂലുള്ളാഹി ചെയ്യുന്ന ഒന്നാമത്തെ പണി എന്തറിയാമോ? ഞാൻ ഇതാ 10 സിഫത്തുകൾ നബി പറയുന്നുണ്ടെന്നാ. ഞാൻ മുഹമ്മദ് അബ്ദുള്ളയുടെ ആമിനയുടെ മകൻ. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആദ്യം പറയുന്നുണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്ന വാക്കുണ്ട്, മുഹമ്മദ്, ഈ നാവ് കൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന ആരെയും പേടിക്കരുത്. അബൂബക്കറിനെ പേടിക്കരുത്, ഉമറിനെ പേടിക്കരുത്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യണം. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നീട്ടിവെക്കരുത്. ഞാൻ ആർക്കെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും നൽകാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരണം, അതെന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കണം. സഹോദരങ്ങളെ, ഞാൻ ആരെയെങ്കിലും മറ്റേതെങ്കിലും നിലക്ക് ശാരീരികമായി പ്രത്യേകം പറയുന്നുണ്ട്, തട്ടം മാറ്റി പറയുന്നുണ്ട്, നാവെടുത്ത് പറയുന്നുണ്ട്. സഹാബികൾ ആകെ നീങ്ങിപ്പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. എന്താ റസൂൽ ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാം ഒരു ഒരുക്കം പോലെ. ശേഷം ഒരു സഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഏതോ ഒരു സമയത്ത് എന്റെ വയറ്റത്ത് ഇങ്ങനെ വേദനിപ്പിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നങ്ങടെ മാറി നിന്നിട്ട് ആ കുപ്പായം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അന്നേരം ആ ശരീരത്തില് വയറ്റത്തൊരു ഉമ്മ വെച്ചുകൊണ്ട് റസൂലിനെ എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സങ്കടപ്പെടുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ചില സമയങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, സ്വത്ത്, അഭിമാനം, ദ്രോഹം, ഈ 3 എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ള പൊറുക്കൂല, പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ചില്ലെങ്കിൽ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയപ്പെട്ടിടത്തോളം റസൂലിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും വന്നിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ലെന്ന് നമുക്കറിയാലോ. പക്ഷെ ആ റസൂൽ പോലും പൊരുത്തപ്പെടിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വരെ ഗുണ്ടകളായി മാറുന്ന ചിത്രങ്ങൾ കാണുന്ന ഈ സമകാലിക ലോകത്ത് നമ്മളെന്തെല്ലാം പൊരുത്തം പിടിപ്പിക്കൽ നടക്കണം. ഇനി നാട്ടിലേക്കും മറ്റിടത്തേക്കൊന്നും നമ്മൾ പോണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട്, ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്, പല ഒരൊറ്റ വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാത്ത ഒരുപാട് മനുഷ്യരുമുണ്ട്, അല്ലേ? ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ലേ അതെല്ലാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ പുറത്തൊന്നും നോക്കണ്ട, നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിച്ച കുറെ ആളുകൾ ഉണ്ടാവില്ലേ?
നമ്മുടെ സഹധർമ്മിണി ഉണ്ടാവൂലേ, നമ്മുടെ മക്കളുണ്ടാവൂലേ, നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അത് വേദനിക്കുന്ന സാഹചര്യങ്ങളാവൂലേ സഹോദരങ്ങളെ. നന്നായി കരുതലുകൾ ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരൊറ്റ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് കൊടുത്തൊരു വസിയത്തിൽ കാണാം, പിന്നെ നിങ്ങളാരും അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരത്തോടു കൂടിയല്ലാതെ മരണപ്പെട്ടു പോകരുതേ എന്ന് പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം മനസ്സിലുണ്ടാക്കുക. ജീവിതത്തിന്റെ വിജയം അത് മാത്രമാണ്. ഞാനത് ബയാൻ ചെയ്യുന്നില്ല. മാത്രമല്ല സഹോദരങ്ങളെ, പിന്നീട് മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തൊട്ടു ദിവസം മുമ്പ് ഞായറാഴ്ച നബിക്കുണ്ടായിരുന്ന കുറെ ഹാദിമുകളുണ്ട്, അടിമകളുണ്ട്. അവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച് പിന്നെ ആകെ ഉണ്ടായിരുന്നത് 7 ദീനാറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്ത്. ഒന്നും കയ്യിലില്ലപ്പോ, ഒന്നുമില്ലാതിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അന്ന് രാത്രിയില് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി കിടക്കുന്നത്. അന്ന് കത്തിക്കാൻ എണ്ണയില്ല. രാത്രിയായപ്പോ കലശലായ വേദന റസൂലുള്ളാഹിക്ക് തുടങ്ങുക. അന്ന് കത്തിക്കാൻ എണ്ണയില്ലാതെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് കത്തിച്ച അനുഭവങ്ങൾ കൂടി ചരിത്രങ്ങൾ നമുക്ക് കാണാം. പിറ്റേന്ന് രാവിലെ വഫാത്താകുന്ന തിങ്കളാഴ്ച സുബൈക്ക് നബി നല്ല ആശ്വാസത്തിലാണ്, നല്ല സുമുഖനായിട്ടായിരിക്കുന്നത്. രോഗത്തിന്റെ ക്ഷീണങ്ങളില്ല. തട്ടൊന്നിങ്ങനെ മാറ്റി നോക്കി, വിരിയാണല്ലോ, തൊട്ടല്ലേ വീട്. നോക്കിയപ്പോ സഹാബികളെല്ലാരും സന്തോഷിച്ചു. നബി ഇപ്പൊ വരുമെന്ന് വിചാരിച്ചു നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ. എല്ലാരും സന്തോഷിച്ചു നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തീവ്രമായി രോഗം, പനി കൂടി. ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചോണ്ട് റസൂല് പറഞ്ഞു, എനിക്ക് അത്രയും ഇഷ്ടാട്ടോ മോളെ. മോള് പറയാറുണ്ട്, എന്നെ നബി എവിടെ നിന്ന് കണ്ടാലും ഒന്നിങ്ങനെ ചേർത്തിപ്പിടിച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ തരാതെ നബി ഇട്ടപ്പെന്നോട് ഒരു വാക്ക് പോലും പറയാറില്ല. അത്രയും ഇഷ്ട. മോളെ ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഇപ്പൊ പോകുകയാണെന്നുള്ളത്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൾ അങ്ങോട്ട് കരഞ്ഞുപോയി. പിന്നെ ചേർത്തി പിടിച്ച് ഒന്നുകൂടി പറഞ്ഞു, പെൺകുട്ടിക്ക് അറിയണ്ട, ഈ കുടുംബത്തിൽ നിന്ന് എന്റെ അടുക്കിലേക്ക് നാളെ സ്വർഗത്തിലേക്ക് ആദ്യം വരിക അപ്പന്റെ മോളാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോള് ചിരിക്കുകയും ചെയ്തു. ശരിക്കും ഇങ്ങനെ ആലോചിച്ചു. ഞാനിത് വായിച്ചിട്ട് കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട്. മരണം അറിയിപ്പ് തരുമ്പോ ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് എന്തൊരു മാത്രം ഈമാനിന്റെ ഒരു അടയാളമാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലും ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ അങ്ങനെ ഒരു സമയം ഇങ്ങനെ അറിയിപ്പ് തന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ സ്വസ്ഥതയും പോവില്ലേ അല്ലെ? ആ ഈമാനിന്റെ ഒരു പരിവർത്തനം അള്ളാഹു നമ്മളെയോ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിന്റെ ആ പരിവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കുക. അവസാനം സഹോദരങ്ങളെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇവിടെ പറയാൻ സമയമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയങ്ങൾ ഇങ്ങനെ അടുത്തു വന്നപ്പോ, പനി ഇങ്ങനെ കൂടിയ സമയത്ത് പല്ല് തേക്കണമെന്നുള്ള ഒരു വിവരം, ഒരു അറിയിപ്പ് റസൂലുള്ളാഹി അങ്ങനെ കൊടുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് കണ്ടപ്പോ റസൂൽ ആഗ്രഹം പ്രകടിച്ച സമയത്ത് അത് വാങ്ങി ആയിഷ ബീബിന്റെ കട്ടി കൂടിയ ഭാഗം അങ്ങനെ കടിച്ച് അതേ കടി കൊണ്ട് തന്നെ എന്ത് ചെയ്യാണെന്നറിയോ, ആ ഉമിനീര് ചേർത്ത് വെച്ചുകൊണ്ട് നബിയുടെ വായിൽ വെച്ചു കൊടുത്ത് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ ശുദ്ധീകരിച്ച് അവസാനം ആയിഷ ബീബി ഒരു സന്തോഷത്തോടു കൂടി തന്നെ അനുഭവമായി പറയുന്നുണ്ട്, റസൂലുള്ളാഹി പിരിയുന്നതിന് മുമ്പുണ്ടായ ആ ഉമിനീര് ചേർന്നു എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ, അത് ഈ രംഗമാണ്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, പനി കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിലാ കിടക്കുന്നത്. ആ മടിയിലേക്കും മാറിലേക്കും അങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ സാധാരണ മരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ഇരട്ടി വേദനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. റസൂലുള്ളാഹി കയ്യുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. പടച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് എന്തൊരു വേദനയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തുൽ മൗത്ത് വ അമറാത്തുൽ മൗത്ത്, മരണത്തിന്റെ കൊടൂരത സഹിക്കാനുള്ള കരുത്തെനിക്ക് കൊണ്ടറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നുണ്ട്. ഇങ്ങനെ വേദന ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അന്നേരം വാക്കുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുക. അപ്പോ ഇങ്ങനെ ചുണ്ടനങ്ങുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കാത് വെച്ചു കൊടുത്തു. എന്താ നബിയെ പറയുന്നത് എന്നാണ്. അവസാനം പറഞ്ഞ വാക്ക് മായാത്ത മഷി കൊണ്ട്
ഞാനും നിങ്ങളൊക്കെ എഴുതി വെക്കണം. അവിടുന്ന് ഓതുന്നുണ്ട് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാ വഹസന ഉലൈക റഫീഖ. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. അല്ലാഹുമ്മ ഫിർറഫീഖിൽ അഅല. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ശ്രദ്ധിച്ച്, അല്ലാഹുമ്മ അഗ്ഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണം കേട്ടോ, വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണം കേട്ടോ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല, ഏറ്റവും സമുന്നതരായ നിന്റെ അടിയാറുകളിൽ എന്നെ ഉൾപ്പെടുത്തണേ കേട്ടോ. എന്നിട്ട് ആ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുകയാണ്, അല്ലാഹുമ്മ ബിർറഫീഖിൽ അഅല, അല്ലാഹുമ്മ ബിർറഫീഖിൽ അഅല, റഫീഖിൽ അഅല എന്ന് പറഞ്ഞ കൈ അങ്ങനെ വീഴുകയാണെന്നാണ്. പ്രിയരെ, സ്വർഗം കൊണ്ട് വാദ ചെയ്യപ്പെട്ട് സ്വർഗത്തിലേക്കാണെന്ന് അറിയിപ്പ് കൊടുത്ത് സ്വർഗത്തിന്റെ വാതില് ആദ്യമായി മുട്ടുന്നത് ഹബീബായ റസൂലാണെന്ന സന്തോഷ വാർത്ത കൂടി നമുക്ക് പോലും അറിയിച്ചു തന്ന ആ ഹബീബ് അവസാനം പിരിയുമ്പോ പറഞ്ഞ വാക്ക്, റബ്ബേ എന്നെ അകറ്റരുത്, എന്നെ അകറ്റരുത്, റഫീഖിൽ അഅല, നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എന്നെ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞതെങ്കിൽ ഞാനും നിങ്ങളൊന്ന് ശാന്തമായി ഇരുന്ന് ആലോചിക്കണേ. കുറെ കാലമൊന്നും ജീവിക്കൂല കേട്ടോ, കുറെയൊന്നുമില്ല, വളരെ കുറച്ചു കാലേ ഉള്ളൂ അല്ലെ. ഇവിടെ തന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മൾ സാധാരണ പറയലുണ്ട്, ഇപ്പാന്റെ സ്വത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ ഇപ്പാന്റത് എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ വന്നപ്പോ ഇന്റത് എന്ന് പറയും. എത്ര നേരം? വളരെ കുറച്ചു നേരം. ഒന്നുമില്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അഹങ്കാരം കുറച്ചു കുറയണം, അഹങ്കാരത്തിന് കുറച്ചു കുറവ് വരണം. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി നിന്ന് പറയണേ, പടച്ചോനെ നീ എന്നെ അകറ്റരുത് റബ്ബേ. എന്തെല്ലാം വൃത്തികേടുകളാണ്, എന്തെല്ലാം അസ്വസ്ഥതകളാണ് ജീവിതത്തിൽ പലതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്നൊക്കെ അത് വരുമ്പോ നമുക്ക് പറയാൻ കഴിയണ്ടേ? പലരുടെയും മരണങ്ങൾ കാണുമ്പോ നമ്മെ ഭയപ്പെടുത്തൂലേ? ചില മരണങ്ങൾ നമ്മൾ കാണുമ്പോ നമുക്കെന്നെ പേടി തോന്നും. എവിടെ വെച്ച് എങ്ങനെയാണ് നമ്മൾ മരിക്കാന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോ കളിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാതരം ദുഷ്മരണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല മരണം കൊണ്ട് റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെ മരിക്കുക എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലെ? നല്ല മരണം നമ്മൾ കൊതിക്കണം സഹോദരങ്ങളെ. മാത്രമല്ല ഒരു വാക്കുകൂടി അതിലേക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന ദിവസവും റസൂലുള്ളാഹി വഫാത്തായ ദിവസവും ഞാൻ മദീനത്തെ അങ്ങാടിയിലുണ്ട്. റസൂലുള്ളാഹി ഈ മദീനത്തേക്ക് കാലുകുത്തുന്ന വേളയില് മദീന ഇത്രത്തോളം സന്തോഷിച്ച, ആനന്ദം കൊണ്ട ഒരു സമയം മദീനയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അറബ് മൂലത്തിന് അർത്ഥാട്ടോ ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ അന്നത്തെ രാത്രികളിൽ ഇത്ര മൂകതയേറിയ, ശ്മശാന മൂകത എന്ന് പറയുള്ളൂ, ഇത്ര മൂകമായ ഒരു മദീനയെയും ഞാൻ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ ആ സമയം ജീവിച്ച എല്ലാ സഹാബത്തും നിറഞ്ഞ സങ്കടത്തിലായ ദിവസമാണ് നമ്മൾ ഓർക്കുന്നുവെങ്കിൽ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. സഹാബത്ത് പൊട്ടിക്കരഞ്ഞ, സഹാബത്ത് വേദനിച്ച, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞ് ബുദ്ധിക്ക് പോലും അസ്വസ്ഥത സംഭവിച്ച ഉമറിനെ പോലെയുള്ള ആളുകൾ നിയന്ത്രണം വിട്ടുപോയ സമയത്ത് അവരങ്ങനെയായിരുന്നു കണ്ടതെങ്കിൽ ഇന്ന് നമ്മളെങ്ങനെയാ? ഞാൻ കുറ്റം പറയാനല്ല ഈ പറഞ്ഞത്, ആരെയും ആക്ഷേപിക്കാനല്ല. പക്ഷെ ഒന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണ്ടേ, മരിച്ചത് റബീഉൽ അവ്വൽ 12 എന്നതിന് യാതൊരു സംശയമല്ല. ആരാണിതിനെല്ലാം ആഘോഷമാക്കിയത്? ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിമീങ്ങളിൽ ഇല്ല. സത്യാണ്. നമ്മുടെ പഴയ പാരമ്പര്യങ്ങൾ ആലോചിച്ച് നോക്കി. ജന്മദിനം, ബർത്ത്ഡേ കൊണ്ടാടല് നമ്മളില്ലല്ലോ. എന്നാ പിന്നെ കുറച്ചെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അതിന് ഹദീസല്ല. പക്ഷെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആണ്ട് കൊണ്ടാടുന്നത് കാണാം. പതിനീങ്ങൾ ആണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മമ്പറം തങ്ങൾ അല്ലെ, പല ആളുകളിലേക്ക് ആണ്ട് എന്ന് പറയുന്നുണ്ട്. ഉമ്മാന്റെ അപ്പാന്റെ ആണ്ട് പറയുന്നുണ്ട്. ജന്മദിനം എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇതിന്റെ രണ്ടിനും ദീനിൽ തെളിവില്ല കേട്ടോ. പക്ഷേ പാരമ്പര്യമായിട്ട് വന്നു കിട്ടിയത് അതെങ്കിലും ഉണ്ടായിരുന്നു, ഇതിനുമില്ല. എന്നിട്ട് പോലും ഷിയാക്കളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് വന്നു കിട്ടിയ ഇതിനെ നമ്മൾ ആഘോഷിക്കലല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് വേർപെടുമ്പോ നമ്മളോട് പറഞ്ഞ വാക്കുകളെ നെഞ്ചേറ്റിയിട്ട് മരിക്കാൻ ഒരുങ്ങുക.
ജീവിതത്തിൽ ആ വെളിച്ചം നമ്മൾ പ്രസരിപ്പിക്കുക. അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാത്ത ഒന്നുകൊണ്ട് വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അള്ളാന്റെ റസൂലിനെ നെഞ്ചേറ്റുക, ആ ജീവിതത്തെ നമ്മൾ ഉൾക്കൊള്ളുക, അത് പകർത്തുക, അത് പകരുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന്. എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അപ്പോ ഓരോ റബീഉൽ അവ്വൽ കഴിയുമ്പോഴും ശരിക്കും നമ്മുടെ മനസ്സിലുള്ള പേടി വരേണ്ടതെന്നറിയാം. ഖിയാമത്ത് ഇങ്ങനെ അടുത്തുകൊണ്ടുവരികയാണ്. പേടി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരുങ്ങാനുള്ള സമയം കഴിഞ്ഞു പോകുന്നു എന്നുള്ള അറിയിപ്പാണ്. മാത്രമല്ല, അന്ന് രക്ഷ ആർക്കാണെന്നും റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. മുആദിനെ യാത്രയാക്കുമ്പോ പറഞ്ഞല്ലോ, തഖ്വയുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് ചേരാം മോനെ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ തഖ്വ എന്ന് പറയാ? അൽ അലിഫുൽ വൽ വിഖായ മിൻ ശൈഇൻ ഉദീന. നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതിനെയൊക്കെ സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? തഖ്വ എന്ന് പറയാ. ആ നിലക്കാണെന്നുണ്ടെങ്കിൽ പല ഹറാമുകളും ജീവിതത്തിൽ വന്നു പോകുന്നത് എന്തിന്റെ കുറവാ? നമുക്ക് തഖ്വന്റെ കുറവല്ലേ? ഈ വിക്കായത്തിന്റെ കുറവല്ലേ? അത് തിന്നാൻ പറ്റൂല, അത് ഉപയോഗിക്കാൻ പറ്റൂല, അവിടെ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാതെ എങ്ങനെ എന്ന് നമ്മൾക്ക് പറയാൻ തോന്നുന്നെങ്കിൽ നമുക്ക് എന്തിന്റെ കുറവാ? അല്ലെ? ഇന്നാലും അത് ഉപയോഗിച്ചൂടെ, ഇന്നാലും ഇത്രയൊക്കെ ആയിക്കൂടെ, എന്നാലും ഞാൻ അവിടെയൊക്കെ പോയിക്കൂടെ. ഞാൻ ബോധപൂർവ്വം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽക്കൊക്കെ അതിനെ ചേർത്തി വെക്കാം. ഞാനിവിടെ ഉണ്ടാകാൻ പാടുണ്ടോ പാടില്ലേ? സംശയങ്ങൾ വരണോ? ഏത് മേഖലകളിലും ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്തണ്ടേ? ആ പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. ഇതിൽ പഠിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് അള്ളാഹു തൗഫീഖ് തരുമ്പോ നമുക്ക് ഇനിയും കൂടണം, നമുക്ക് ദീന് പഠിക്കണം. വളരെ പ്രധാനം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ, ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മുടെ ശ്വാസം കൊണ്ടുപോലും നമ്മൾ വേദനിപ്പിക്കരുത്. ഈ റസൂലിനെ, അവിടുത്തെ ശരീരത്തെ സംരക്ഷിക്കാൻ നമുക്ക് തൗഫീഖില്ല. നമുക്കുള്ളത് ഏതേ ഉള്ളൂ? ആ സുന്നത്തിനെ നിലനിർത്താനേ ഉള്ളൂ. ആ സുന്നത്ത് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മുഅ്മിനായി ജീവിക്കാൻ ശ്രമിക്കുക. അതിന്റെ തൗഫീഖിന് വേണ്ടി അള്ളാഹുവോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ മുറാഫഖത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ബിദ്അത്തുകളെ സൂക്ഷിക്കുക. ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ബിദ്അത്താണ്. അത് നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ വിശ്വാസം നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക. റബ്ബുൽ ഇസ്സത്ത് അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോകുന്ന എല്ലാ വീഴ്ചകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരികയും നല്ല മുത്തഖിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകി, ആഫിയത്ത് നൽകി, സമാധാനമുള്ള ജീവിതം അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുകയും കുടുംബത്തോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും തന്നെ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.